നമ്മുടെ വീടുകളിലെല്ലാം ഹരിതകർമ്മസേന എന്ന് പറയുന്നൊരു പുതിയ യൂണിറ്റ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ വേസ്റ്റൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്, അവർ നമ്മളിൽ നിന്ന് വാങ്ങിക്കുന്നു. അതോടൊപ്പം നമ്മൾ പേയ്മെൻറ്റും അടയ്ക്കാറുണ്ട്. പക്ഷേ ഈ പലരും ചോദിക്കുന്നത്, ഈ പേയ്മെൻറ്റ് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ടോ? നമ്മൾ ഒരു രാജ്യത്ത് നമ്മളിങ്ങനെ ടാക്സ് അടച്ച് ജീവിക്കുന്നവരാണ്. ആ ജീവിക്കുമ്പോൾ നമ്മുടെ ചെറിയ ഈ കാര്യങ്ങളൊക്കെ അവരുടെ ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമല്ലേ വേസ്റ്റ് മാനേജ്മെൻറ്റൊക്കെ എന്നുള്ളത്. അപ്പോൾ പലരും വന്ന് ഈ ഹരിതകർമ്മസേന ഇതേപോലെ പൈസ വാങ്ങിക്കുന്നു എന്നുള്ളൊരിതൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ ഈ ഹരിതകർമ്മസേനയ്ക്ക് പൈസ കൊടുക്കണോ പണം കൊടുക്കണോ എന്നുള്ളതാണ് നമ്മളൊരു സംശയം. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഹരിതകർമ്മസേനയ്ക്ക് പൈസ കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. 100% ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഹരിതകർമ്മസേനയ്ക്ക് ഒരു പൈസ പോലും നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടില്ല. 2016 വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപന ആണ്, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇവരാണ് ഹരിതകർമ്മസേനയ്ക്ക് പൈസ കൊടുക്കുന്നത്. ഇനി ഒരു പക്ഷേ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കൊടുത്തില്ല എന്ന് പറഞ്ഞ ഒരു പ്രശ്നവുമില്ല, ഒരു കുറ്റവുമില്ല. പക്ഷേ നമ്മൾ ഈ ടാക്സൊക്കെ അടയ്ക്കാനൊക്കെ പോകുമല്ലോ, കിട്ടുന്ന നികുതിയൊക്കെ, അതിനകത്ത് നിന്ന് വസ്തുനികുതിയൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് നിന്ന് അവർ പൈസ ഈടാക്കും. പക്ഷേ ഇതിനകത്ത് പലരുടെയും ഒരു സംശയമുണ്ട്, നമ്മൾ ടാക്സൊക്കെ അടച്ച് ജീവിക്കുന്ന ഒരു ഇന്ത്യൻ പൗരനാണ്. നമ്മൾ ഈ പൈസ നമ്മൾ ഇതേപോലെ ഇതിന് പ്രത്യേകിച്ച് ഇനി അവർക്കും കൂടെ കൊടുക്കേണ്ട കാര്യമുണ്ടോ? കാരണം നമ്മളിപ്പോൾ ടാക്സ് അടച്ചല്ലേ ജീവിക്കുന്നത്. സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് ഉൾപ്പെടെ നമ്മളിവിടെ ടാക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ടാക്സാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് പോലും നമ്മൾ വീണ്ടും പൈസ കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ? ഇത് മാത്രവുമല്ല, പലരുടെ വീടുകളിലും വേസ്റ്റ് എന്ന് പറയുന്ന സാധനം കാണത്തില്ല. അപ്പോൾ എൻ്റെയൊക്കെ വീടുകളിൽ അധികം വേസ്റ്റൊന്നും ഇല്ല, ഞങ്ങൾ തന്നെയാണത് നിർമ്മാർജ്ജനം ചെയ്യുന്നത്. അതിൻ്റെ അത്രയ്ക്ക് പോലും ഇല്ല. പിന്നെ നമ്മളെല്ലാവരും അതുപോലെ ഒരേ രീതിയിൽ തുക കണക്കാക്കി, ഇപ്പം വേസ്റ്റ് കൂടുതലുള്ള വീട്ടിൽ നിന്ന് 50 രൂപയായിരിക്കും, അതേപോലെ വേസ്റ്റ് കുറഞ്ഞ വീട്ടിൽ നിന്ന് 50 രൂപയായിരിക്കും. ഞാൻ ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. അതിനകത്തൊരു തുല്യതയില്ല, അതിലൊരു ഇക്വാളിറ്റി ഇല്ല. അങ്ങനെ ഒരു സംശയം പലർക്കും ഉണ്ടായിട്ടുണ്ട്. എന്ത് ചെയ്യാൻ, നമ്മുടെ നിയമം സംവിധാനങ്ങളെല്ലാം ഇങ്ങനെയാണ്. ഒരു ഇക്വാളിറ്റി എന്നുള്ള ഒരു സാധനം ഇല്ല. അതുകൊണ്ട് ഹരിതകർമ്മസേനയ്ക്ക് തൽക്കാലം പൈസ കൊടുക്കണ്ട എന്നുള്ള ഒരു അറിവ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതാണ് ഞാൻ. അതിലൂടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതല്ല. നമ്മുടെ കെട്ടിട നികുതി, വസ്തു നികുതിയിൽ നിന്നൊക്കെ അവരത് ഈടാക്കിക്കൊള്ളുന്നതാണ്.